വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തി. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. അതിനിടെ കടുവാ ഭീതി നിലനിൽക്കുന്ന പുൽപ്പള്ളിയിൽ ഒരു പശുവിനെ കൂടി കടുവ ആക്രമിച്ചു കൊന്നു. വനനിയമങ്ങളിൽ മാറ്റം വരണമെന്നാവശ്യപ്പെട്ട് ജനരോക്ഷം രൂക്ഷമാകുന്നതിനിടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വയനാട് സന്ദർശനം. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ സന്ദർശനത്തിലൂടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വൈകിട്ട് 5:30യോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജില്ലയിലെത്തിയത്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു. നാളെ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരും. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ മന്ത്രി നടത്തുന്ന സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന ആരോപണമാണ് UDF MLA മാർ ഉന്നയിക്കുന്നത്. അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം കർണാടക സർക്കാർ 15 ലക്ഷം രൂപ ആശ്വാസ ധനസഹായം നൽകിയതിന് വിമർശിച്ച പാർട്ടി കേന്ദ്രമന്ത്രിയെ മരിച്ചവരുടെ വീട്ടിലേക്ക് അയക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കർണാടകയുടെ ആന, കർണാടക റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന കേരളക്കാരനെ കൊലപ്പെടുത്തുന്ന സമയത്ത് എന്തിന് കർണാടകയുടെ പണമെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. ആ വലിയ ഹീനമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന BJPയുടെ മന്ത്രി ഈ വയനാട്ടിൽ വരുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ? രാഹുൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ സമഗ്രതലത്തിൽ ഇടപെടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്തിയാവും വരുന്നത്. കേന്ദ്ര നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തുമോ എന്നും MLA മാർ ചോദിച്ചു. കേന്ദ്രവും സംസ്ഥാനമായി യോജിച്ച തീരുമാനങ്ങളെടുത്ത് വയനാടൻ കാടുകളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യവും നിയമ ഭേദഗതിയും കൊണ്ടുവരേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായ പദ്ധതി പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനിടെ വയനാടിനെ വിറപ്പിച്ച ബേലൂർ മഗ്ന കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിൽ തുടരുകയാണ്. ആനയെ മയക്കുവെടി വെക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി കാട്ടിൽ കയറി വെടിവെക്കരുതെന്നും നിർദ്ദേശിച്ചു. ഇതിനായി കേരള കർണാടക വനം വകുപ്പുകൾ സംയുക്ത പദ്ധതി തയ്യാറാക്കണമെന്നും കോടതി അറിയിച്ചു. വന്യജീവി ആക്രമണം തടയാൻ ചർച്ചകൾ നടക്കുമ്പോഴും വയനാട്ടുകാരുടെ ഭീതി ഒഴിയുന്നില്ല. കടുവയിൽ നിന്നും ആനയിൽ നിന്നും രക്ഷ തേടുന്ന മനുഷ്യർക്ക് അതിജീവനം സാധ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാകുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. കുറിച്ചിപ്പറ്റിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. കാടിറങ്ങുന്ന വന്യജീവികൾ മനുഷ്യജീവൻ എടുക്കുന്നത് തുടർക്കഥയായതോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ വയനാട്ടിലേക്ക് എത്തിയത്. മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനത്തിൽ വയനാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ടോ? പ്രതികരണങ്ങളിലേക്ക്. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ വന്യമൃഗശല്യം ദിവസം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. കടുവയായിട്ടും ആനയായിട്ടും എല്ലാം കൂടി ഭയങ്കര ദുരിതം. പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഈ സമയത്ത് പിള്ളേരെ പോലും സ്കൂളിൽ വിടാൻ പറ്റാത്ത സാഹചര്യമായി. പകലല്ല സംഭവം നടന്നത്. പ്രതീക്ഷ എന്ന് പറയാൻ വരുന്നവരൊക്കെ വന്നു പോകുക എന്നുള്ളതല്ലാതെ ഒന്നീ ഒരു ഫെൻസിങ് ഇടുവോ അതല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും വന്യമൃഗത്തിനെതിരെ ചെയ്യണം. ചെയ്യാതെ കുറേ പേര് വന്നു പോയതുകൊണ്ടൊന്നും ഒരു മെച്ചമില്ല. അതിനനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പം ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വന്നേക്കുന്നത്. നമുക്ക് അതിലൊന്നും ഒരു പ്രതീക്ഷയില്ല. കാരണം എല്ലാവരും എപ്പോഴും മന്ത്രിമാരായാലും വരുന്നുണ്ട്, എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും നമുക്ക് കർഷകർക്ക് അനുകൂലമായ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രതീക്ഷയുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പേടിച്ച് ഏറ്റിരുന്ന നേരം പഠിപ്പിക്കുന്നത് പേടിയായിട്ട്. ഇനി പ്രതീക്ഷ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ അല്ലാതെ ഒന്നും പറയാനില്ല. പേടിയാണ്. സന്ധ്യ പുറത്തിറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇപ്പം ഇത്രയടുത്തല്ലേ കടുവ ഒന്നിന്ന് ആക്രമിച്ചത്. ആന എന്നും വരും. ഇപ്പോൾ പണ്ടാണെങ്കിൽ ആനേനെ ഓടിച്ചാൽ പോകും. ഇപ്പം ആന നേരിട്ട് നിൽക്കുവാണ്. അപ്പോൾ അത് വയനാടൻ ജനതയുടെ ദുഃഖമാണ്. അതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള ആവശ്യം കാലാകാലങ്ങളായി ഉയരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം.